എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുമുള്ള ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് നാളെ അവസാനിക്കും. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ ചെയ്യണമെങ്കിലോ, അതായത് നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, അതുപോലെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതായത് ഓപ്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തിരുത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെ, അതായത് മെയ് 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ എല്ലാ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിയോടെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടാവുമെങ്കിലും പിന്നീട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരിശോധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകൾ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു വിവരങ്ങൾ സേവ് ചെയ്ത് നിങ്ങൾ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാലും അത് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നാളെ, അതായത് മെയ് 28-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയിലെ തിരുത്തലുകളും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റീവാലുവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല SC/ST വിഭാഗത്തിലുള്ളത് അതുപോലെയുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ റിസർവേഷൻസ് ഇല്ലാത്ത കാറ്റഗറി ഒന്നും അറിയാതെ കൊടുത്തു പോകരുത്. അതായത് നിങ്ങളുടെ കാറ്റഗറി എന്താണോ അത് മാത്രമേ കൃത്യമായിട്ട് കൊടുക്കുക. കാരണം മുൻ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ കാറ്റഗറി തെറ്റായിട്ട് കൊടുത്തത് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തിരുത്തുവാൻ കഴിയുന്ന അപേക്ഷയിലെ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ജാതി സംവരണ വിവരങ്ങൾ, ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, താമസിക്കുന്ന പഞ്ചായത്തിൻ്റെയും താലൂക്കിൻ്റെയും വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച് നിങ്ങളുടെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ചില വിദ്യാർത്ഥികൾ കാറ്റഗറി തെറ്റായിട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അനെക്സ്റ്റർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാസ്റ്റ് എന്താണ്, കാറ്റഗറി എന്താണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ അപേക്ഷയിലും പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാറ്റഗറിയും ജാതിയും കറക്റ്റാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ ഇത്തരം വിവരങ്ങൾ തെറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും പ്രവേശനം നിഷേധിക്കപ്പെടും. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്തുവാനുള്ള ഈ ഒരു അവസാന അവസരം നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റാങ്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വളരെയധികം ഡിഫറൻസ് കാണാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്കൂളിലേക്ക് അപേക്ഷ, അതായത് ഓപ്ഷൻസ് കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും റാങ്കാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നുള്ളത് ആലോചിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീം, അതുപോലെ തന്നെ ഈ ഒരു EWS ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട്, അതായത് അപേക്ഷയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് EWS എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്കീം എന്നുള്ളത് അതർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു കേരള സംസ്ഥാനത്തിന് പുറത്തെ പരീക്ഷാ ബോർഡുകളിൽ നിന്നും 10ാം തരം വിജയിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായിട്ടും തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉണ്ടാവില്ല. അതായത് ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, ഈ ഒരു അപേക്ഷൻ്റെ കാറ്റഗറി മുതലായവ ഉൾപ്പെടെ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒന്നും സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ അവകാശപ്പെടരുത്. ഇങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാതിരുന്നാൽ റദ്ദാക്കുകയും വിദ്യാർത്ഥിയുടെ പ്രവേശനാവസരം നഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ വിഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ. വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവരുടെ 1ാം ഓപ്ഷൻ നൽകിയിരിക്കുന്ന സ്കൂളിൽ സംഘടിപ്പിച്ച സ്ക്രീനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും
സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് പരിശോധിക്കാൻ പറ്റുക. അതായത് ആ ഒരു സമയം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ലഭ്യമായിരിക്കുക. അതുപോലെ അപേക്ഷാർത്ഥികൾക്ക് അപേക്ഷയിലെ വിവരങ്ങൾ മാറ്റുന്നതിന്, അതായത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അപേക്ഷാർത്ഥികൾക്ക് അപേക്ഷയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് തിരുത്തുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് നിങ്ങളുടെ അതായത് കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് അനക്സ്റ്റർ 2-ൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാസ്റ്റ് ഏതാണ്, അതുപോലെ തന്നെ കാറ്റഗറി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അതായത് ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഏകദേശം അപ്പോൾ അനക്സ്റ്റർ 3-ലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് അനുബന്ധം 3, അതായത് അനക്സ്റ്റർ 3-ലാണ്, 2-ലല്ല. അപ്പോൾ അനക്സ്റ്റർ 3-ൽ കോഡ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. കോഡ് 1 എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയാണ്, അതായത് ജനറൽ കാറ്റഗറിയാണ്. കോഡ് 2 മുതലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കട്ടിയിൽ കൊടുത്തിട്ടുള്ളതാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അതിൽ കട്ടി കുറച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു കാസ്റ്റ്, അല്ലെങ്കിൽ അതായത് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് നിങ്ങൾ ഏത് കാസ്റ്റിലാണ് ഉൾപ്പെടുന്നത് അതിൻ്റെ കാറ്റഗറി കട്ടിയിൽ കൊടുത്തത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ അതാണ് നിങ്ങളുടെ കാറ്റഗറി കൊടുത്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ, സീറ്റ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ഈ ഒരു മെയ് 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഏതൊരു വിവരങ്ങളും തിരുത്തുന്നതിനായിട്ടുള്ള അവസരമുള്ളത്. അതുപോലെ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാനായിട്ട് നാളെ വൈകുന്നേരം 5 മണിക്കാം ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.